പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. ക്യാപിറ്റൽ ഗെയിൻസിന്റെ എക്സംഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞൊരു നോട്ട് ഞാൻ അയച്ചിരുന്നല്ലോ. അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഫോർമുലയും അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, പ്രോബ്ലംസും ചെയ്തു. ഇനി ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ നിന്ന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. പ്രധാനമായും 5 തരത്തിലുള്ള എക്സംഷൻസ് ആണ്. സെക്ഷൻ 54, സെക്ഷൻ 54B, 54D, 54EC ആൻഡ് 54F. ഞാൻ തന്നിരിക്കുന്ന ആ നോട്ടിൽ 54EE ഉണ്ട്. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം. അത് കാര്യമായുള്ള കാര്യമല്ല. അപ്പൊ 5 സെക്ഷൻസ് പ്രകാരമാണ് ക്യാപിറ്റൽ ഗെയിൻസിന്റെ എക്സംഷൻസ് വരിക. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അതായത് ഈ പറയുന്ന 5 സെക്ഷൻസ് പ്രകാരവും ക്യാപിറ്റൽ ഗെയിൻസിന്റെ എക്സംഷൻസിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഈ നോട്ട് വായിച്ചാൽ കുറേ എക്സ്പ്ലനേഷൻസ് ഉള്ളതുപോലെ തോന്നും, കുറേ കണ്ടീഷൻസ് ഉള്ളതുപോലെ തോന്നും. ശരിയാണ്, കുറേ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഒരു സെക്ഷൻ, ഉദാഹരണത്തിന് നിങ്ങൾ ആ നോട്ട് നോക്കിയാൽ ആദ്യത്തെ എക്സംഷൻ പറയുന്നത് സെക്ഷൻ 54 ആണ്. അപ്പൊ ആ ഒരു സെക്ഷൻ 54ലെ കണ്ടീഷൻസും അതിന്റെ ആ ഡിഡക്ഷൻസ് കൊടുക്കുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യുന്ന രീതിയും മനസ്സിലാക്കിയാൽ അതേപോലെയാണ് മറ്റ് 4 സെക്ഷൻസിലും അല്ലെങ്കിൽ മറ്റെല്ലാ സെക്ഷൻസിലും പ്രകാരമുള്ള എക്സംഷൻസ് അതുപോലെ തന്നെയാണ്. അപ്പൊ ഒരു സെക്ഷൻ കൃത്യമായി പഠിച്ചാൽ എങ്ങനെയാണ് എക്സംഷൻ കിട്ടുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ എക്സംഷൻസ് എന്ന് പറയാം? അപ്പൊ സെക്ഷൻ 54 ആണ് ആദ്യത്തേത്. അതിൽ പോകുന്നതിന് മുന്നേ നമുക്കറിയാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ അറിയാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ അറിയാം. അതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ എക്സംഷൻസ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു ക്യാപിറ്റൽ ഗെയിൻ നമുക്കുണ്ടായി. ആ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയ തുക നമ്മളൊരു നിശ്ചിത അസറ്റിൽ നിക്ഷേപിച്ചാൽ, അസറ്റ് വാങ്ങാനോ നിർമ്മിക്കാനോ നമ്മൾ ഉപയോഗിച്ചാൽ അത്രയും തുകയ്ക്ക് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഉദാഹരണത്തിന് നമ്മളൊരു ഇപ്പൊ സെക്ഷൻ 54 പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വിറ്റ് വേറൊരു വീട് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു വീട് വിറ്റ് വേറൊരു വീട് വാങ്ങുന്നു. അപ്പൊ ആദ്യം വീട് വിറ്റ സമയത്ത് നമുക്കൊരു 5 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ ഗെയിൻ, ലാഭം ഇൻ ദ സെൻസ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അപ്പൊ എനിക്കൊരു വീടുണ്ടായിരുന്നു, ആ വീട് ഞാൻ വിറ്റു. അതിൽ എനിക്കൊരു ലോങ് ടേം ക്യാപിറ്റൽ, സെക്ഷൻ 54F ലോങ് ടേം സോറി സെക്ഷൻ 54 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ എക്സംഷൻ ആണ്. അപ്പൊ എനിക്കൊരു വീടുണ്ടായിരുന്നു, അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരുന്നു. വിറ്റപ്പോൾ എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ മറ്റൊരു വീട് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കേണ്ട, മീൻസ് ആ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടി. ക്ലിയർ ആണോ? ഒരു വീട് വിറ്റു, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം രൂപ ഉണ്ടായി. ആ 5 ലക്ഷം രൂപ അതിൽ കൂടുതലോ, 5 ലക്ഷമോ അതിൽ കൂടുതലോ കൊടുത്ത് ഞാൻ മറ്റൊരു വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്താൽ ഈ ആദ്യത്തെ വീട് വിറ്റ് 5 ലക്ഷം രൂപ ലാഭം കിട്ടിയില്ലേ, അതിന് ടാക്സ് കൊടുക്കേണ്ട. മീൻസ് സെക്ഷൻ 54 പ്രകാരം അതിന് എക്സംഷൻ കിട്ടും. ചില കണ്ടീഷൻസ് കൂടെ ഇതിനു വേണ്ടി കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത് സെക്ഷൻ 54 തന്നെ നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ഇസ് എക്സംപ്റ്റഡ് സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഒരു റെസിഡൻഷ്യൽ ഹൗസ്, ഒരു വീട്, താമസിക്കുന്ന ഒരു വീട് വിറ്റ് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ആണ്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസിംഗ് ഓർ കൺസ്ട്രക്ടിംഗ് അനദർ റെസിഡൻഷ്യൽ ഹൗസ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീട് വിറ്റ് കിട്ടിയ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യണം? മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിച്ചിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ദ ന്യൂ ഹൗസ്, പുതുതായിട്ട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന വീട്, ടു ബി പർച്ചേസ്ഡ് ഐദർ 1 year ബിഫോർ ഓർ 2 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പൊ നമ്മൾ ഒരു വീട് വിറ്റിട്ടാണല്ലോ ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്. ആ വീട് വിൽക്കുന്നതിന് 1 വർഷം മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ വീട് വിറ്റ് 2 വർഷത്തിനുള്ളിലോ ആയിരിക്കണം പുതിയ വീട് വാങ്ങേണ്ടത്. എന്നാൽ അത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, പുതിയ വീട് വാങ്ങുകയല്ല, പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി കൺസ്ട്രക്ടഡ് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ആദ്യത്തെ വീട് വിറ്റ് 3 വർഷത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഇനി ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അപ്പൊ എക്സംഷൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? വീട് വിറ്റ് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം, അതിന് എക്സംഷൻ ഉള്ളൂ. അത് മറ്റൊരു വീട് വാങ്ങുകയാണെങ്കിൽ എപ്പോ വാങ്ങണം? ആദ്യത്തെ വീട് വിൽക്കുന്നതിന് 1 വർഷം മുന്നോ വിറ്റ് 2 വർഷത്തിനുള്ളിലോ വാങ്ങണം. നിർമ്മിക്കുകയാണെങ്കിൽ എപ്പോ? ആദ്യത്തെ വീട് വിറ്റ് 3 വർഷത്തിനുള്ളിൽ നിർമ്മിക്കണം.
അപ്പൊ അങ്ങനെ ആ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ നിക്ഷേപിച്ചാൽ അല്ലെ ഈ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിച്ചാൽ എക്സംഷൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് എത്ര സമയമുണ്ട്? വീട് വാങ്ങാനാണെങ്കിൽ വീട് വിറ്റ് 2 വർഷം വരെ കാലാവധിയുണ്ട്, അതിനുള്ളിൽ വാങ്ങിയാൽ മതി. അല്ലെ വീട് നിർമ്മിക്കാനാണെങ്കിൽ വീട് വിറ്റിട്ട് 3 വർഷം വരെ കാലാവധിയുണ്ട്, അതിനുള്ളിൽ നിർമ്മിച്ചാൽ മതി. പക്ഷേ അത്രയും കാലം നമുക്ക് ഈ തുക കയ്യിൽ വെക്കാൻ പറ്റില്ല. ഏത്? നമ്മൾ ആദ്യത്തെ വീട് വിറ്റ് കിട്ടിയ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ലേ, അത് 2 വർഷം 3 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് കൈ വെക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അതാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കയ്യിലുള്ളത് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ എബോവ് പർപ്പസ്. എന്തിനു വേണ്ടി? പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. അതായത് എല്ലാ അസസീസും ഒരു പ്രീവിയസ് ഇയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷത്തിന് 31 July, ഇൻഡിവിജ്വൽ അസസീസിനാണെങ്കിൽ 31 Julyക്ക് മുന്നേ റിട്ടേൺ ഫയൽ ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഈ ഫയലിംഗ് നടത്തണം. ഇപ്പൊ നമ്മൾ 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ, ഈ പ്രീവിയസ് ഇയർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 25 July 31 മുന്നെയാണ്. അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വിറ്റ് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ അത് ഈ ഡ്യൂ ഡേറ്റിന് മുന്നേ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം എന്ന പദ്ധതി പ്രകാരം ഒരു സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഒരിക്കൽ പറയുന്നു, ഒരു വീട് വിറ്റ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ആ തുക നമ്മൾ മറ്റൊരു വീട് 2 വർഷത്തിനുള്ളിൽ വാങ്ങാനോ 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യാനോ ഉപയോഗിച്ചാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. പക്ഷെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഈ തുക കയ്യിൽ വെക്കാൻ പറ്റില്ല. ഡ്യൂ ഡേറ്റിന് മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിക്കാം. പക്ഷെ ഡ്യൂ ഡേറ്റിന് മുന്നേ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലോ ആ തുക നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കണം. ഇനി അങ്ങനെ നിക്ഷേപിച്ച തുക എന്ത് ചെയ്യണം? അത് മേൽപ്പറഞ്ഞ പീരീഡിനുള്ളിൽ ഈ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിച്ചിരിക്കണം. ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം നിശ്ചയിച്ചത് അങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. പകരം 2 വർഷത്തേക്ക് മുമ്പ് 2 വർഷത്തിനുള്ളിൽ അത് പുതിയ വീട് വാങ്ങണം, നിർമ്മിക്കുകയാണ് 3 വർഷത്തിനുള്ളിൽ നിർമ്മിക്കണം. ഓക്കെ. ഇനി 5ാമത്തെ കണ്ടീഷൻ. അപ്പൊ എക്സംഷൻ കിട്ടിയല്ലോ, അസസിക്ക് എക്സംഷൻ കിട്ടി. എങ്ങനെ കിട്ടി? വീട് വാങ്ങി അല്ലെങ്കിൽ വീട് നിർമ്മിച്ചു, എക്സംഷൻ കിട്ടി. പക്ഷെ ആ എക്സംഷൻ പിൻവലിക്കപ്പെടും. സെക്ഷൻ 54 പ്രകാരം കിട്ടിയ എക്സംഷൻ പിൻവലിക്കപ്പെടും താഴെ പറയുന്ന 2 സാഹചര്യങ്ങളിൽ. ഒന്ന്, ഈ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിച്ച തുക നമ്മൾ 2 വർഷം കൊണ്ട് വീട് വാങ്ങുന്നുമില്ല, അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലുള്ള തുക ഈ പീരീഡ് കഴിയുമ്പോൾ, 3 വർഷത്തിനുള്ള പീരീഡ് കഴിയുമ്പോൾ, ആ വർഷത്തെ എപ്പോഴാണോ 3 വർഷം കഴിയുന്നത് ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി പരിഗണിക്കും. ക്ലിയർ ആണോ? ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു വീട് വിറ്റു, 5 ലക്ഷം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അത് നമ്മൾ 2 വർഷത്തിന്, ഒന്നുകിൽ വീട് വാങ്ങുകയാണെങ്കിൽ വിൽക്കുന്നതിന് 1 വർഷം മുന്നേ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ നമ്മൾ വീട് വാങ്ങിയാൽ മതി. കൺസ്ട്രക്ട് ചെയ്യാതെ 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ 5 ലക്ഷം രൂപ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു, നമുക്ക് എക്സംഷൻ കിട്ടി. ഡ്യൂ ഡേറ്റിന് മുന്നേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ ഇട്ടു. ആ തുക എന്ത് ചെയ്യണം? വീട് നിർമ്മിക്കാനോ വാങ്ങാനോ പിൻവലിച്ചത് ചെയ്യണം. ഇനി ഇത് ചെയ്യുന്നില്ല എന്ന് വെക്കുക, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിലൊക്കെ ഇട്ടു, ഓക്കെ, അപ്പൊ നമുക്ക് എക്സംഷൻ അതിന്റെ ബേസിൽ കിട്ടി. ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ ഇട്ടാൽ വീട് വാങ്ങിയതുപോലെ അല്ലെ നിർമ്മിച്ചതുപോലെ കണക്കാക്കി നമുക്ക് എക്സംഷൻ കിട്ടി. പക്ഷെ ഈ അക്കൗണ്ടിലുള്ള തുക നമ്മൾ പിൻവലിച്ച് 3 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിക്കുന്നില്ല, അല്ലെ 2 വർഷത്തിൽ വീട് വാങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിലോ 3 വർഷമാണല്ലോ കൂടിയ കാലാവധി. അപ്പൊ ആ 3 വർഷം കഴിയുന്ന ആ വർഷം, ഏത് വർഷമാണ് 3 വർഷം കഴിയുന്നത്, അപ്പോൾ അത്രയും ആ എക്സംഷനായി കിട്ടിയ തുക ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി പരിഗണിക്കും. അതായത് ആദ്യം കിട്ടിയ എക്സംഷൻ പിൻവലിക്കുന്നത്. ഇനി എക്സംഷൻ പിൻവലിക്കാനുള്ള 2ാമത്തെ സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഈ പുതുതായി വാങ്ങിയ അല്ലെ നിർമ്മിച്ച വീടുണ്ടല്ലോ, പുതുതായി വാങ്ങിയ നിർമ്മിച്ച വീട്, അതിനൊരു പരിമിതിയുണ്ട്. അത് 3 വർഷത്തേക്ക് ആ വീട് വിൽക്കാൻ പറ്റില്ല. പുതുതായി വാങ്ങിയ അല്ലെ നിർമ്മിച്ച വീട് 3 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ 3 വർഷത്തിനുള്ളിൽ ആ വീട് വിറ്റാലോ, at the time of computation of capital gain arising on the transfer of new house. അപ്പൊ നമ്മളൊരു വീട് വിറ്റു, വീട് വാങ്ങി അല്ലെങ്കിൽ നിർമ്മിച്ചു, അത് 3 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ എന്ത് ചെയ്യും? ആ പുതിയ വീടിന്റെ ക്യാപിറ്റൽ ഗെയിൻ കാണൂലേ, പുതിയ വീടിന്റെ ക്യാപിറ്റൽ ഗെയിൻ കാണുമല്ലോ ഇപ്പൊ വിറ്റ വീടിന്റെ. അന്നേരം അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്ന് നേരത്തെ കിട്ടിയ എക്സംഷൻ ആയ തുക കുറയ്ക്കും. അതായത് എക്സംഷൻ പിൻവലിക്കുന്നു. ആദ്യം പഴയ വീട് വിറ്റപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എക്സംഷൻ കിട്ടിയല്ലോ, പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിച്ചതുകൊണ്ട്. ആ എക്സംഷൻ പിൻവലിക്കും. എങ്ങനെയാണെങ്കിൽ പുതിയ വീട് 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ, 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ ആ വീടിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്ന് ആദ്യം കിട്ടിയ എക്സംഷൻ കുറയ്ക്കും. ഇതാണ് സെക്ഷൻ 54.
ഇപ്പോൾ ശ്രദ്ധിക്കുക, സെക്ഷൻ 54 ഇൻഡിവിജ്വൽസിനും ഹിന്ദു അൺഡിവൈഡ് ഫാമിലീസിനും മാത്രം ബാധകമായ ഒരു സെക്ഷനാണ്. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഇതേപോലെയാണ് സെക്ഷൻ 54 ബിയും പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെക്ഷൻ പഠിച്ചാൽ അതേ പാറ്റേണിലാണ് മറ്റെല്ലാ കാര്യങ്ങളും പോവുക. ഇപ്പൊ സെക്ഷൻ 54 ബിയിൽ എന്താണെന്ന് നോക്കാം. അത് ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിങ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആണ് എക്സംഷൻ കിട്ടും. 54 എന്തായിരുന്നു? ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു അവിടെ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രം. എങ്ങനെ? ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റ് കിട്ടുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു എക്സം ചെയ്തത്. എന്നാൽ ഇവിടെ സെക്ഷൻ 54 ബിയിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ച ഭൂമി വിറ്റ് കിട്ടുമ്പോൾ ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. ഇതും ഇൻഡിവിജ്വൽസിനും ഹിന്ദു അൺഡിവൈഡ് ഫാമിലീസിനും മാത്രം ബാധകമാണ്. നോക്കി എന്തൊക്കെയാണ് കണ്ടീഷൻസ്. ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യണം? മറ്റൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കണം. രണ്ടാമത്തേത്, ദ ന്യൂ ലാൻഡ് ടു ബി പർച്ചേസ്ഡ് വിതിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഈ പുതിയ ഭൂമി എപ്പോൾ വാങ്ങണം? വിറ്റ് 2 വർഷത്തിനുള്ളിൽ വാങ്ങണം. ഇനി മൂന്നാമത്തേത്, ഇങ്ങനെ ഓക്കെ 2 വർഷത്തിനുള്ളിൽ വാങ്ങിയാൽ മതി, പക്ഷേ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഈ ഭൂമി വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ട് നിക്ഷേപിച്ചിരിക്കണം. ഇനി അടുത്തത്, ഈ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിച്ച തുക അങ്ങനെ തന്നെ കിടന്നാൽ മതിയോ? പോരാ. പിന്നെ അത് വിഡ്രോ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ, 2 വർഷങ്ങളുടെ കാലാവധി, അതിനുള്ളിൽ പുതിയ ലാൻഡ് വാങ്ങിയിരിക്കും. നോക്കേ, മറ്റേതുപോലെ തന്നെ ഇവിടെ സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, അതിൽ നിന്നുണ്ടായ ഷോർട്ട് ടേം ഓർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ ഒരു പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിയിരിക്കണം. ആ തുക ഉപയോഗിച്ച് ആ വാങ്ങുന്നത് 2 വർഷത്തിനുള്ളിൽ വാങ്ങിയിരിക്കണം. ഡ്യൂ ഡേറ്റിന് മുന്നേ ഈ ഭൂമി വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അക്കൗണ്ട് നിക്ഷേപിച്ചിരിക്കണം. ഈ അക്കൗണ്ട് നിക്ഷേപിച്ച തുക പിൻവലിച്ച് 2 വർഷത്തിനുള്ളിൽ ഈ ഭൂമി വാങ്ങാനായിട്ട് ഉപയോഗിച്ചിരിക്കണം. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സംഷനും പിൻവലിക്കപ്പെടും 2 സാഹചര്യത്തിൽ. എന്തൊക്കെയാണ്? ഒന്ന്, ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിലുള്ള തുക 2 വർഷമായിട്ടും പിൻവലിച്ചില്ല, അല്ലെ പിൻവലിച്ചിട്ട് ഭൂമി വാങ്ങിയില്ലെങ്കിൽ 2 വർഷം തീരുന്ന വർഷം അത് ക്യാപിറ്റൽ ഗെയിനായി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായി പരിഗണിക്കും. എന്ന് പറഞ്ഞാൽ എക്സംഷൻ പിൻവലിക്കും. അതേപോലെ ഈ പുതിയ ഭൂമി 3 വർഷത്തേക്ക് കൈമാറാൻ പറ്റില്ല, 3 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. എങ്ങാനും 3 വർഷത്തിനുള്ളിൽ വിറ്റാലോ പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്ന് നേരത്തെ കിട്ടിയ എക്സംഷൻ കുറയ്ക്കും. അപ്പൊ ഇതാണ് സെക്ഷൻ 54 ബി. 54 ബിയും വളരെ സിമിലർ ആണ്. ഇനി അടുത്ത 54 ഡി നോക്കാം. ഇതും അതുപോലെ തന്നെയാണ്. സെക്ഷൻ 54 ഡി എല്ലാ സീസണും ബാധകമാണ്. ഇൻഡിവിജ്വൽസിനും ഇൻഡിവിജ്വൽ ഫാമിലീസ് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ എക്സംഷൻ കിട്ടുന്നത് short term and long term capital gains arising from the compulsory acquisition of land or building which forms a part of an industrial undertaking. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ഒരു വ്യവസായ സ്ഥാപനമായി ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കെട്ടിടവും ഭൂമിയും കമ്പൽസറി അക്വിസിഷൻ നടത്തി. ആര്? സർക്കാർ. കമ്പൽസറി അക്വിസിഷൻ നിർബന്ധപൂർവ്വം ഏറ്റെടുക്കാൻ. അപ്പോൾ ഒരു അസസിയുടെ പേരിലുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്? ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അത് സർക്കാർ നിർബന്ധപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെ നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടി. ഓക്കെ, ഏറ്റവും കോമ്പൻസേഷൻ കിട്ടുമല്ലോ. അപ്പൊ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. ആ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എങ്ങനത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരിക്കണം? വിൽക്കുന്നതിന് 2 വർഷം മുമ്പ്, അതായത് വിൽക്കുന്ന സമയത്ത് ഇത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആയി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബിസിനസ് ബിൽഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാൻഡ് ആയിരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ, ഈ എക്സംഷൻ എപ്പോഴാണ് കിട്ടുക? അസസി പർച്ചേസസ് എനി അതർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ട്സ് എനി അതർ ബിൽഡിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ഷിഫ്റ്റിംഗ് ദ അണ്ടർടേക്കിംഗ് ഓർ സെറ്റിംഗ് അപ്പ് അനദർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ശ്രദ്ധിക്കുക, ഇതെന്താണ് എക്സംഷന് ബാധകമായത്? ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ലാൻഡ് ഓർ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അസസി തന്റെ വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന ഭൂമിയോ ലാൻഡോ ഗവൺമെന്റ് ഏറ്റെടുത്ത വകയിൽ കിട്ടിയ കോമ്പൻസേഷനിൽ നിന്നുണ്ടായ ക്യാപിറ്റൽ ഗെയിൻ. അതിന് എക്സംഷൻ കിട്ടുന്നത് എങ്ങനെയാ? ഈ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് അസസി മറ്റൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. എന്തിനു വേണ്ടി? നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയൊരു അണ്ടർടേക്കിംഗ് ആരംഭിക്കാൻ. രണ്ടാമത്തെ എക്സംഷൻ എല്ലാവർക്കും ബാധകമാണ്, എല്ലാ അസസീസിനും ഉണ്ട്. മൂന്നാമത്തേത്, ഈ ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് എപ്പോൾ വാങ്ങണം? 3 വർഷത്തിനുള്ളിൽ. കമ്പൽസറി അക്വിസിഷൻ നടത്തി 3 വർഷത്തിനുള്ളിൽ ഇത് വാങ്ങണം. ഇല്ലെങ്കിലോ? ഓക്കെ, 3 വർഷത്തിനുള്ളിൽ വാങ്ങണം. അതിന് പക്ഷേ ഡ്യൂ ഡേറ്റിന് മുന്നേ ഇത് വാങ്ങാൻ സാധിച്ചില്ലെങ്കിലോ? ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കണം. എന്നിട്ടോ ആ തുക പിൻവലിച്ച് 3 വർഷത്തിനുള്ളിൽ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങണം, അല്ലെങ്കിൽ ബിൽഡിംഗ് നിർമ്മിക്കണം. എന്തിനു വേണ്ടി? ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സ്ഥാപിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 54 ഡിയിലെ എക്സംഷനും
വിഡ്രോ ചെയ്യും 2 കാരണങ്ങളാൽ. ഒന്ന്, ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിനുള്ള തുക 3 വർഷമായിട്ടും പിൻവലിച്ച് പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി വാങ്ങിയില്ല എങ്കിൽ എപ്പോഴാണോ 3 വർഷം കഴിയുക ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായി പരിഗണിക്കും. രണ്ടാമത്തേത്, ഈ പുതുതായി വാങ്ങിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇല്ലേ, അത് 3 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ 3 വർഷത്തേക്കുള്ളിൽ വിറ്റാലോ എക്സംഷൻ പിൻവലിക്കും. എങ്ങനെ? പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്ന് നേരത്തെ കിട്ടിയ എക്സംഷൻ തുക കുറയ്ക്കും. ഓക്കെ, ഇനി സെക്ഷൻ 54EC നോക്കാം. 54EC പറയുന്നു ഇത് എന്തിനുള്ള എക്സംഷൻ ആണ്? ബോത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാ അസസീസിനും ബാധകമായ സെക്ഷനാണ് സെക്ഷൻ 54EC. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ലാൻഡ് ഓർ ബിൽഡിംഗ്സ് ഓർ ബോത്ത്. ഇവിടെയും ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് ബിൽഡിംഗ് കൂടെ ചേർന്നു. മറ്റൊരു അസറ്റ് വിറ്റുമ്പോൾ അല്ല. ഇത് 54 എന്തായിരുന്നു? റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു. 54B എന്തായിരുന്നു? അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ. 54D എന്തായിരുന്നു? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് കമ്പൽസറി അക്വിസിഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ. 54EC എന്താണ്? ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിംഗ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ആണ്. എന്ത് ചെയ്താൽ ഈ എക്സംഷൻ കിട്ടുന്നത്, ഈ തുക ക്യാപിറ്റൽ ഗെയിൻ ആയി കിട്ടുന്ന തുക താഴെ പറയുന്ന എൻറ്റിറ്റീസിന്റെ ബോണ്ടിൽ നിക്ഷേപിക്കണം. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത ബോണ്ട്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്, അവരെ ഇഷ്യൂ ചെയ്ത ബോണ്ട്, അതും അല്ലെങ്കിൽ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഈ 3 തരം ബോണ്ടുകളിൽ ക്യാപിറ്റൽ ഗെയിൻ നിക്ഷേപിച്ച്, എങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. ഈ തുക ക്യാപിറ്റൽ ഗെയിൻ ഈ പറയുന്ന 3 തരം ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ എക്സംഷൻ കിട്ടും. മറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഈ ലാൻഡ് അല്ലെ ബിൽഡിംഗ് വിറ്റ് 6 മാസത്തിനുള്ളിൽ, നേരത്തെ പോലെ 2 വർഷം 3 വർഷം ഒന്നുമില്ല, 6 മാസത്തിനുള്ളിൽ ഈ തുക നിക്ഷേപിച്ചിരിക്കും, ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കും. അത്ര ഇതിലെ കണ്ടീഷൻ പറയുന്നുള്ളൂ. പിന്നെ 54EC വിഡ്രോ ചെയ്യും. എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക? 54ECയിലെ എക്സംഷൻ പിൻവലിക്കും. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദ ബോണ്ട്സ് ആർ ട്രാൻസ്ഫർഡ് വിതിൻ 5 ഇയേഴ്സ്, അപ്പൊ 5 വർഷത്തേക്ക് ഈ ബോണ്ട് വിൽക്കാൻ പാടില്ല. 5 വർഷത്തേക്ക് ഈ ബോണ്ട് വിൽക്കാൻ പാടില്ല. അങ്ങനെ വിറ്റാൽ നേരത്തെ എക്സം ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ആ വിൽക്കുന്ന വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി ടാക്സ് ചെയ്യും. ഇനി ലാസ്റ്റ് സെക്ഷൻ നോക്കാം, സെക്ഷൻ 54F. ഇതിലൊരു ചെറിയ, ഒരേ പാറ്റേൺ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം നമുക്ക് നോക്കാവേ. ഇതും ഇൻഡിവിജ്വൽസ് ആൻഡ് ഹിന്ദു അണ്ടർവേർഡ് ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. Section 54F provides an exemption for the capital gains arising from the transfer of a long-term capital asset other than a residential house property if the net sale consideration is invested in one residential house property in India within the prescribed time limit. ഇപ്പോൾ സെക്ഷൻ 54F പ്രകാരം എന്ത് തരം ക്യാപിറ്റൽ ഗെയിൻ ആണ് എക്സംഷൻ അർഹതയുള്ളത്? ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ എ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ്, താമസിക്കുന്ന ഒരു വീട് ഒഴികെയുള്ള മറ്റേതെങ്കിലും ലോങ് ടേം അസറ്റ് വിറ്റാൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് എക്സംഷൻ. ക്ലിയർ ആണോ? അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കാൻ പാടില്ല? ഒരു വീട് വിറ്റ് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കാൻ പാടില്ല. സെക്ഷൻ 54F അതിൽ എക്സംഷൻ ഇല്ല. ഒരു വീട് ഒഴികെ മറ്റേത് തരം അസറ്റ്സ് ഗെയിനും സെക്ഷൻ 54F പ്രകാരം എക്സംഷൻ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വ്യത്യാസം മറ്റ് സെക്ഷനിൽ നിന്നുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാല്, മറ്റ് സെക്ഷനിലൊക്കെ ഇപ്പൊ 54ലും 54Bയിലും 54Dയിലും 54ECയിലും ഒക്കെ നമ്മൾ ആ വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആ തുകയാണ് നിക്ഷേപിക്കേണ്ടത്, അല്ലെ അതിനേക്കാൾ കൂടുതൽ. കുറഞ്ഞത് ആ ക്യാപിറ്റൽ ഗെയിൻ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, ഒരു വീട് വിറ്റ് 5 ലക്ഷം രൂപ കിട്ടി. സെക്ഷൻ 54 പ്രകാരം ഒരു വീട് വിറ്റ് 5 ലക്ഷം രൂപ കിട്ടി. എക്സംഷൻ കിട്ടാൻ എന്ത് വേണം? ആ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക നമ്മൾ മറ്റൊരു വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിക്കണം. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ നിക്ഷേപിച്ചാൽ പോരാ, പിന്നെയോ നെറ്റ് സെയിൽ കൺസിഡറേഷൻ തന്നെ നിക്ഷേപിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ഇപ്പൊ റെസിഡൻഷ്യൽ ഹൗസ് ഒഴികെയുള്ള മറ്റ് അസറ്റ് ആണ് വിൽക്കേണ്ടത്. ലാൻഡ് അല്ലെ ബിൽഡിംഗ് വിറ്റു, സോറി ബിൽഡിംഗ്, റെസിഡൻഷ്യൽ അല്ലാത്ത ബിൽഡിംഗ് ആവാം, പോട്ടെ, അത് കൺഫ്യൂഷൻ ആവണ്ട. ഒരു മെഷീനറി വിറ്റിട്ട് 5 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കും. ഒരു മെഷീനറി വിറ്റപ്പോൾ 5 ലക്ഷം രൂപ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 5 ലക്ഷം രൂപ കിട്ടി. ഒരു 50,000 രൂപ
സെല്ലിംഗ് എക്സ്പെൻസായി കൊടുക്കേണ്ടി വന്നെന്ന് വിചാരിക്കുക. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ പറഞ്ഞാൽ 4,50,000 രൂപ. മനസ്സിലായോ? വിറ്റ വില 5,00,000 രൂപ, സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് 50,000 രൂപ ചെലവാക്കി. അപ്പൊ വിറ്റ വില സോറി നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 4,50,000 രൂപ. ഈ 4,50,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്തില്? മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസിൽ. ഒരു റെസിഡൻഷ്യൽ ഹൗസിൽ ക്യാപിറ്റൽ ഗെയിൻ ചിലപ്പോൾ അവിടെ അതിനേക്കാൾ കുറഞ്ഞ തുകയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ 5,00,000, സെല്ലിംഗ് എക്സ്പെൻസ് 50,000 കുറച്ച് നെറ്റ് സെയിൽ കൺസിഡറേഷൻ 4,50,000 കിട്ടി. ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിരിക്കുന്ന 1,00,000, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ 1,00,000 രൂപയ്ക്കായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടാവുക. അതാ ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, പിന്നെ എന്ത് വേണം? നെറ്റ് സെയിൽ കൺസിഡറേഷനായി 4,50,000 ഇൻവെസ്റ്റ് ചെയ്താലേ ഈ എക്സംഷൻ കിട്ടുള്ളൂ. ഒന്നുകൂടെ പറയുന്നു, 54F പ്രകാരം എന്തുതരം ക്യാപിറ്റൽ ഗെയിൻ ആണ് എക്സംഷൻ അർഹതയുള്ളത്? റെസിഡൻഷ്യൽ ഹൗസ് അല്ലാതെ മറ്റൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എക്സംഷൻ കിട്ടുന്ന എന്ത് വേണം? നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു റെസിഡൻഷ്യൽ ഹൗസ്, ഇന്ത്യയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ വേണ്ടി. ഇനി ഇത് എപ്പോഴാണ് ഈ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങേണ്ടത്? സെക്ഷൻ 54 പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ അസറ്റ് വിൽക്കുന്നതിന് 1 വർഷം മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ മറ്റൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ വിറ്റ് 3 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിച്ചിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അസസിക്ക് ഇപ്പൊ ഈ പുതുതായി വാങ്ങുന്ന ഈ വീടുണ്ടല്ലോ, ഈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഉപയോഗിച്ച് വാങ്ങുന്ന ഈ വീടുണ്ടല്ലോ, അതല്ലാതെ മറ്റൊരു വീടും ഉണ്ടാവാൻ പാടില്ല. ഈ തുക നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഡ്യൂ ഡേറ്റിന് മുന്നേ ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകത്തിന് ഉപയോഗിക്കാൻ സാധിച്ചില്ല, വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സാധിച്ചില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കണം. ഇനി ആ തുക എന്ത് ചെയ്യണം? അത് പിൻവലിച്ച് ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യണം. എക്സംഷൻ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നേരത്തെ മറ്റ് സെക്ഷനിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ ഗെയിൻ നിക്ഷേപിച്ചാൽ എക്സംഷൻ കിട്ടി. 5,00,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് മുഴുവൻ നിക്ഷേപിച്ചാൽ ഓക്കെ എക്സംഷൻ കിട്ടി. ഇവിടെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആണല്ലോ നിക്ഷേപിക്കേണ്ടത്. അപ്പൊ ഈ എക്സംഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അതിനൊരു ഫോർമുല A into B by C എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? A into B by C. A എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ റെസിഡൻഷ്യൽ ഹൗസിൽ നിക്ഷേപിച്ചത്, വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത്, നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയ തുക. അത് 10 കോടിയിൽ കൂടാൻ പാടില്ല. അത്രയൊന്നും നിങ്ങൾ കടന്ന് ചിന്തിക്കേണ്ട. അത്രയൊന്നും അത് ഞാൻ ഇത് ഇൻകം ടാക്സ് ഓഫ് സൈറ്റിൽ തന്നെ എടുത്ത നോട്ടാണ്. അപ്പൊ 10 കോടി നമുക്ക് പ്രോബ്ലം വരില്ല. ആ ഒരു കാര്യം മനസ്സിൽ നിൽക്കുന്നില്ല, വിട്ടേക്കോ. A എന്ന് പറയുന്നത് നമ്മൾ പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉപയോഗിച്ച തുക. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, കൂടാതെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അതോടെ കൂട്ടാം. ഇൻറ്റു ബി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എത്രയാണോ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ആണ്, എക്സംഷൻ ആണ് സെക്ഷൻ 54F പ്രകാരം കിട്ടുക. ഇനി ഈ എക്സംഷനും പിൻവലിക്കപ്പെടും, മറ്റേതുപോലെ തന്നെ പിൻവലിക്കപ്പെടും. എങ്ങനെയാണെങ്കിൽ, ഒന്ന്, ഈ അസസി പുതിയ വീട് 2 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. ആദ്യത്തെ പിൻവലിക്കുന്ന സാഹചര്യം അതല്ല. നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ കണ്ടല്ലോ 54F-ല്, ഇപ്പൊ പരാമർശിക്കുന്ന ഈ വീടല്ലാതെ മറ്റൊരു വീട് അസസിക്കുണ്ടാവാൻ പാടില്ല. അപ്പോ ആദ്യത്തെ അസറ്റ് വിറ്റ് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ മറ്റൊരു വീട് വാങ്ങുകയാണെങ്കിൽ, ഈ പരാമർശിക്കുന്ന വീടല്ലാതെ മറ്റൊരു വീട് വാങ്ങുകയാണെങ്കിൽ ആ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ആയ തുക ടാക്സബിൾ ആവും. പുതിയതായിട്ട് വീട് വാങ്ങുന്ന വർഷം ടാക്സബിൾ ആവും, രണ്ടാമത്തെ വീട് വാങ്ങുന്ന വർഷം ടാക്സബിൾ ആവും. പിന്നെ മറ്റ് 2 കേസിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള എക്സംഷൻ പിൻവലിക്കുന്ന സാഹചര്യങ്ങളാണ്. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലുള്ള തുക പിൻവലിക്കണമല്ലോ, പിൻവലിച്ചിട്ട് 2 വർഷത്തിനുള്ളിൽ വാങ്ങണം, 3 വർഷത്തിനുള്ളിൽ പുതിയ വീട് നിർമ്മിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ 3 വർഷം തീരുന്ന കാലാവധി ആ വർഷം ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി ടാക്സ് ചെയ്യും. ഇനി പുതുതായി വാങ്ങിയ വീട്, 54F-ല് വാങ്ങേണ്ട വീടില്ലേ, അത് 3 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. അങ്ങനെ വിറ്റാൽ പഴയ എക്സംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യും. ആ എക്സംഷൻ പിൻവലിക്കും. ഇത്രയാണ് എക്സംഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ.